ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നീലിമയാണ് തന്റെ അച്ഛന്റെ പൈസയുമായി മുങ്ങിയ സുധിയുടെ കാമുകി എന്ന് സച്ചി മനസ്സിലാക്കുമ്പോഴേക്കും ദേഷ്യത്തിൽ സച്ചി നീലിമയുടെ വീട്ടിലോട്ട് പോയി അവിടെ തള്ളിക്കയറിയ ഹോളിൽ ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കുവാണ്. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, സച്ചി എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് വണ്ടി വേണ്ടെന്ന് പറഞ്ഞില്ലേ? സച്ചി ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പോണം എന്ന് നീലിമ ആവശ്യപ്പെടുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, ഞാൻ വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ? നീലിമ എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഇതെന്താ സച്ചിയുടെ പെരുമാറ്റ രീതികളൊന്നും ശരിയല്ല, പേരെടുത്ത് വിളിക്കുന്നു എന്നെ. നിങ്ങൾക്കൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. വെക്കേണ്ടവരെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കണമായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. സച്ചി ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് വീണ്ടും വീണ്ടും നീലിമ ആവശ്യപ്പെടുവാണ്. നീ കണ്ട പഴയ ഡ്രൈവർ സച്ചിയല്ല ഇതെന്നും ഇത് വേറൊരു സച്ചിയാണെന്നും ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ട ഈ സച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, എനിക്ക് സച്ചി പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീലിമയ്ക്ക് മനസ്സിലാവുന്ന രീതിയിലെന്ന് ഞാൻ പറയാം. നിനക്ക് സുധിയോ അറിയാവോ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും നീലിമയുടെ മുഖമൊക്കെ മാറുവാണേ. സുധിയോ എന്ന് നീലിമ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹാ സുധി, നിന്റെ പഴയ കാമുകൻ എന്ന് പറയുമ്പോഴേക്കും നീലിമ നിന്ന് പരുങ്ങുവാണ്. നീ ഒരു പാവം പെണ്ണായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നും ഇത്രയും വലിയൊരു കേടിയായിരിക്കുമെന്നും ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും നീലിമക്ക് ദേഷ്യം വരുന്നുണ്ടേ. സച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. നിനക്ക് സുധിയെ അറിയാവോ ഇല്ലയോ എന്ന് വീണ്ടും ചോദിക്കുവാണ് സച്ചി. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അറിഞ്ഞിട്ടിപ്പോൾ സച്ചിക്ക് എന്തിനാ? അയാളും സച്ചിയും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ബന്ധമുണ്ട്, എൻ്റെ ചോരയാ അവൻ, എൻ്റെ ചേട്ടനാണ് സുധി എന്ന് പറയുമ്പോഴേക്കും നീലും ഇങ്ങനെ സച്ചിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, നീ പറ്റി ചൂടിപ്പോയ ആ സുധിയുടെ അനിയനാ ഞാൻ. സുധിയെ മാത്രമാണോ അതോ അന്ന് അടിച്ചുകൊണ്ട് പോയ 50 ലക്ഷം ആ രൂപയുടെ കാര്യവും നീ മറന്നോ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി. നീലിമക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ടേ. സച്ചിക്ക് എന്താ ഇപ്പോൾ അറിയേണ്ടത്? എന്നോട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്ന നീലിമ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, നീ അന്ന് എടുത്തോണ്ട് പോയില്ലേ 50 ലക്ഷം, അതാ സുധിയുടെ കാശൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ടേ, എനിക്കറിയാം അത് നിങ്ങളുടെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് കാശാന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ നീ ആ പൈസയും കൊണ്ട് ഓടിയത്? നീ അത്രയും വലിയ കേടിയാണോ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി. സച്ചിക്ക് നല്ല ദേഷ്യം വരുവാണ്. സച്ചി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ അത് ആരെയും പറ്റിച്ചുണ്ടാക്കിയ കാശൊന്നുമല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ അതും എടുത്ത് ഓടിയെന്നൊക്കെ സച്ചി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണ് നീലിമയോട്. നിന്റെ അച്ഛനെ പറ്റിച്ചത് ഞാനല്ലെന്നും നിന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണെന്നും നീലിമ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെനിക്കറിയാം, പക്ഷെ നീയല്ലേ അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ എടുത്ത് ഓടിപ്പോയെന്നൊക്കെ സച്ചി വീണ്ടും ചോദിക്കുവാണ്. അവൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും അവന് ബുദ്ധിയില്ല, അതുകൊണ്ടല്ലേ നിന്നെപ്പോലെ ഒരുത്തിയുടെ കയ്യിൽ വന്ന് അവൻ പറ്റിക്കപ്പെട്ടു പോയത്. നിന്നെയായിരുന്നു ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ട് നടന്നിരുന്നത്. ആ നീ തന്നെ എൻ്റെ കാറിൽ കയറി സുഖമായിട്ട് യാത്ര ചെയ്യുമായിരുന്നല്ലേടി കള്ളി എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കാൻ ഓർത്തോന്നൊക്കെ സച്ചി ചോദിക്കുമ്പോഴേക്കും നീലിമ ചോദിക്കുന്നുണ്ട്, സച്ചിക്ക് ഇപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, സുധീനെ പറ്റിച്ച് നീ എടുത്തോടിയ ആ 50 ലക്ഷം രൂപ അതെനിക്കിപ്പോൾ തന്നെ കിട്ടണം എന്ന് പറയുവാണ്. പൈസ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ലെന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുമ്പോഴേക്കും നീലിമ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് പോലീസിനെ വിളിക്കണമെങ്കിൽ വിളിച്ചോ, അവർ വരട്ടെ, നീ ആരാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുമ്പോഴേക്കും നീലിമ സച്ചിയുടെ മുമ്പിലിരുന്ന് പൊട്ടിച്ചിരിക്കുവാണ്. നീലിമയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം സച്ചിക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സച്ചി പോലീസിനെയൊക്കെ ഫോൺ ചെയ്യുന്നേ? ഇപ്പോൾ സച്ചി ചോദിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓഹോ, നീ മോഷ്ടിച്ച കാശിനെ പറ്റി ചോദിക്കുമ്പോൾ നിനക്ക് ചിരി വരുന്നല്ലേടി എന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും ദേഷ്യപ്പെടുവാണ്. അപ്പോഴാണ് നീലിമ ആ സത്യം വെളിപ്പെടുത്തുന്നത്. എൻ്റെ സച്ചി, ആ പൈസയൊക്കെ ഞാൻ നിങ്ങളുടെ ചേട്ടന് നേരത്തെ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും സച്ചി വിശ്വസിക്കുന്നില്ല കേട്ടോ. സച്ചി പറയുന്നുണ്ട്, നീ ആരെയാ മണ്ടനാക്കാൻ നോക്കുന്നത്? എന്നെയോ? എൻ്റെ ചേട്ടനെ പോലെ അത്ര മണ്ടനല്ല ഞാനെന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, എൻ്റെ സച്ചി, ഞാൻ സത്യമാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ആ പൈസയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്തതാണ്. എന്താ അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ എന്നോട് വെറുതെ കള്ളത്തരം പറയാൻ നിൽക്കരുത്, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സച്ചി കള്ളം പറയുന്നത്? പലിശ സഹിതം 53 ലക്ഷമാണ് ഞാൻ അന്ന് സുധിക്ക് കൊടുത്തതെന്നൊക്കെ പറയുവാണ് നീലിമ. സച്ചി ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണേ. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അപ്പോൾ അവൻ ഈ കാര്യം നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലേ? നിങ്ങൾ കുടുംബക്കാരും മൊത്തം മണ്ടന്മാരാണോ എന്ന് നീലിമ ചോദിക്കുമ്പോഴേക്കും സച്ചി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുവാണ്ടോ, ഓവറായിട്ട് കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുവാണ്. പൈസ എപ്പോഴാണ് കൊടുത്തത്? എനിക്കതിപ്പോൾ അറിയണമെന്ന് സച്ചി പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്,
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേക്കും നിന്റെ ചേട്ടൻ എന്നെ കണ്ടായിരുന്നു. പലിശ സഹിതം 53 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ ഇതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് സച്ചി. അല്ല, അന്ന് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് സച്ചി അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ആ പഴയ സംഭവങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ. ഞാൻ അന്ന് ആ സൈൻ ഇട്ടത് ഈ കേസിൻ്റെ കാര്യത്തിനാണോന്നോ സച്ചി ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അതേ സച്ചി, ഇതിനു വേണ്ടി തന്നെയാ. ഇനിയും സച്ചിക്ക് സംശയങ്ങളുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി നേരിട്ട് ചോദിച്ചു നോക്ക്. ഇൻസ്പെക്ടർ സത്യങ്ങളൊക്കെ സച്ചിക്ക് പറഞ്ഞു തരും എന്നൊക്കെ പറയുവാണ് നീലിമ. സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും സച്ചിക്ക് നീലിമയോടുള്ള ദേഷ്യമൊക്കെ മാറി സുധീനോടുള്ള ദേഷ്യം കൂടുവാണ് കേട്ടോ. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഇതൊന്നും അറിയാതെയാണോ സച്ചി ഇവിടെ വന്ന് വലിയൊരു ഹീറോനെ പോലെ എന്നോട് ഡയലോഗൊക്കെ അടിച്ചത്? നീ പറയുന്നതൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് സച്ചി ഒരു കാര്യം മനസ്സിലായത്. നിന്റെ ചേട്ടൻ ഇപ്പോഴും കുടുംബത്തെ പറ്റിക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ വിവരം വീട്ടിൽ നിന്നും മറച്ചു വെച്ച് ജീവിക്കുകയല്ലേ അവൻ എന്നൊക്കെ നീലിമ ചോദിക്കുവാണ്. ഞാനൊരു തേർഡ് പേഴ്സണാണ് സച്ചി. പക്ഷെ നേരത്തെ സച്ചി പറഞ്ഞതുപോലെ സച്ചിയുടെ ബ്ലഡ് തന്നെ സച്ചിയെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നോട് വന്ന് ചോദ്യം ചോദിക്കുന്നു അല്ലേ സച്ചി? എൻ്റെ അച്ഛന് കൊടുക്കേണ്ട കാശാണ് അതെന്നും അതും കൊടുക്കാതെ അവൻ ഇപ്പോഴും ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സച്ചി, ഞാൻ എന്തിനാ നിങ്ങളുടെ ചേട്ടനെ പറ്റിച്ച് ഓടിപ്പോയതെന്ന് സച്ചിക്ക് അറിയാവോ? അവൻ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം കുടുംബത്തിനെ തന്നെ, അച്ഛൻ, അമ്മ, അനിയൻ എല്ലാവരെയും പറ്റിക്കും. അവന് എന്നെ പറ്റിക്കാൻ അധികം നേരമൊന്നും വേണ്ട. അതുകൊണ്ട് അവനെക്കാളും മുമ്പേ ഞാൻ അവനെ പറ്റിച്ചിട്ട് ഓടിപ്പോയതെന്ന് നീലിമ പറയുവാണ്. സച്ചിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അവൻ പുതിയൊരു ഷോറൂം തുടങ്ങിയായിരുന്നു. ഷോറൂം തുടങ്ങാനുള്ള കാശ് അവൻ്റെ അമ്മായച്ചൻ അയച്ചു തന്നു എന്നാ അവൻ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും നീലിമ വീണ്ടും പറയുവാണേ, എൻ്റെ സച്ചി, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. സച്ചിയുടെ ചേട്ടന് ഇത്രയും ബുദ്ധിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അവൻ്റെ ഭാര്യയുടെ പണിയാണെന്നാണ്. പാർലറിൽ വെച്ച് എന്നെ ലോക്ക് ചെയ്തത് അവളാ. സ്റ്റേഷനിൽ കൊണ്ടുപോയി പലിശ സഹിതം 53 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുത്തതും അവളാ. നിന്റെ ചേട്ടനെക്കാളും കൂടുതൽ ഡേഞ്ചർ അവൻ്റെ ഭാര്യയാന്നൊക്കെ നീലിമ പറയുമ്പോഴേക്കും സച്ചി അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. നീലിമേ, നീ ഇപ്പം തന്നെ ഈ സത്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് പറയണം എന്ന് പറയുമ്പോഴേക്കും നീലിമ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ സച്ചി വന്ന് പറയുന്നത്? സച്ചിക്ക് തന്നെ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട്, സ്റ്റേഷനിൽ പ്രൂഫ് ഉണ്ടല്ലോ, അതെടുത്ത് പോയാൽ പോരെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. പക്ഷേ അതും കൊണ്ട് ഞാൻ പോയാലും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഡോക്യുമെൻറ്റ്സ് ആണെന്നും എന്നെ ആരും വിശ്വസിക്കില്ല. സുധി എന്തെങ്കിലും പറഞ്ഞ് അവനും അവൻ്റെ ഭാര്യയും കൂടി ചേർന്ന് ഇത് വഴിതിരിച്ചു വിടും. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. പ്ലീസ് എൻ്റെ കൂടെ വന്ന് ഈ സത്യങ്ങളൊക്കെ വീട്ടിൽ പറയണം എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, കുറച്ചു നേരം ആലോചിച്ചിട്ടാണ് പറയുന്നത്, ശരി സച്ചി, ഞാൻ വന്ന് പറയാം. എനിക്കും അവരുടെ അടുത്ത് ഒരു ചെറിയൊരു കണക്ക് തീർക്കാനുണ്ടെന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയാണ്. ചന്ദ്ര പുറത്തു നിന്ന് വരുമ്പോഴേക്കും കാണുന്നത് രേവതി ഫോണിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. അമ്മ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, പൈസ എടുത്തുകൊണ്ടും പോയ ആളെ കിട്ടിയോന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കിട്ടിയിട്ടില്ല, പക്ഷെ എന്തായാലും കിട്ടും, അങ്ങനെയൊന്നും അയാളെ ദൈവം വെറുതെ വിടില്ല എന്നൊക്കെ രേവതി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നീ അപ്പപ്പോൾ വിളിച്ചറിയിക്കുവാണല്ലേ നിൻ്റെ വീട്ടിലോട്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ അത് ആ പൈസ കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ നിന്റെ അമ്മ ആ പൈസ തരുമോ എന്നൊക്കെ ചോദിച്ച് രേവതിയെ പിന്നെ അപമാനിക്കുവാണ്. ആ ശ്രുതിയെ കണ്ട് പഠിക്ക്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ അവൾ ആരോടും പോയി ഇതുപോലെ വിളിച്ചു പറഞ്ഞ് നടക്കാറില്ല. ഇങ്ങനെ ഇരിക്കും, ഒന്നുമില്ലാത്തവരുടെ വീട്ടിൽ നിന്നും പെണ്ണിനെ എടുത്താൽ ഇതുപോലെയൊക്കെ നടക്കത്തുള്ളൂ. അവളെ കണ്ട് പഠിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രുതിയെ കണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത്? 30 ലക്ഷം രൂപ പറ്റിക്കപ്പെട്ട് നിന്നതുപോലെ ഞാനും പറ്റിക്കപ്പെടണോ? അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ എന്താടി അവളെ പറ്റി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ വെറും 30 ലക്ഷമാണ്. ശ്രുതി വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മലേഷ്യയിൽ നിന്നും 50 ലക്ഷം വരെ ഇങ്ങോട്ട് ഇപ്പം ഷോറൂം തുടങ്ങാൻ കണ്ടില്ലേ? ശ്രുതിക്ക് ലക്ഷങ്ങളാ മലേഷ്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് പറന്നെത്തിയതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചി ദേഷ്യത്തിൽ കല്ലിതുള്ളി ചന്ദ്രോദയത്തിലോട്ട് കയറി വരുവാണ്. എന്നിട്ട് എല്ലാവരെയും ഹോളിലോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് സച്ചി. എന്നിട്ട് ചന്ദ്രയെയും രവീന്ദ്രനെയും നടുക്കിരുത്തിയ ശേഷം പറയുന്നുണ്ട്, ജഡ്ജിമാർ റെഡിയായി, ഇനി ഒരു പ്രതിക്കൂട് വേണം. ശ്രീകാന്തെ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ടേബിളൊക്കെ ഒരു പ്രതിക്കൂട് പോലെ സെറ്റ് ചെയ്യുവാണ് സച്ചി. എന്നിട്ട് ചെറിയൊരു കോടതി മുറി പോലെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. രവീന്ദ്രൻ എന്താടാ സച്ചി ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇന്നൊരു കേസിൻ്റെ വിധി കൽപ്പിക്കാനുണ്ട്, അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എടാ സുധി, നീ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് സുധിയെ ആ പ്രതിക്കൂട്ടിലോട്ട് കയറ്റി പോകുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, സച്ചി എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിക്ക് പാലറേട്ടത്തി, എല്ലാം ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സുധിയെ വലിച്ചുകൊണ്ട് പോയിട്ട് ആ പ്രതിക്കൂട്ടി കയറ്റി നിർത്തുവാണ് സുധിയെ.
എന്നിട്ട് സച്ചി പറയുന്നുണ്ടേ, അച്ഛാ ഇതിപ്പോൾ ഒരു കോടതി മുറിയാണ്, അമ്മയാണ് ജഡ്ജി, അമ്മ വേണം ഈ കേസിൽ വിധി കൽപ്പിക്കാൻ എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര വാബിളിച്ച് നിൽക്കുവാണ്. ഞാൻ ജഡ്ജിയോ? രവീന്ദ്രനും ചോദിക്കുന്നുണ്ട്. നീ എന്താടാ സച്ചി പറയുന്നേ? ശ്രുതിക്കും ഇത് എന്തോ തനിക്കുള്ള പണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എതിർകക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണ്, എൻ്റെ കക്ഷി അച്ഛനാണ്, പ്രതിദേ ഈ നിൽക്കുന്ന സുധിയും എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സുധിയാണെങ്കിൽ ആ കൂട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്കുമ്പോഴേക്കും സച്ചി പിടിച്ചു നിർത്തുവാണ് സുധിയെ. ഇവന്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വിചാരണ കഴിയുമ്പോഴേക്കും ആരുടെ തലക്കൊക്കെ എന്തൊക്കെ പറ്റുന്നു എന്ന് നമുക്ക് കണ്ടറിയാം, ഏതായാലും വിചാരണ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് സച്ചി കേസ് വാദിക്കുവാൻ വേണ്ടി തുടങ്ങുവാണ്. എൻ്റെ കക്ഷി രവീന്ദ്രൻ KSRTCയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് റിട്ടയർ ആയപ്പോൾ 50 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സച്ചി എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കേസ് നടക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല, ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സത്യസന്ധമായിട്ട് ഉണ്ടാക്കിയെടുത്ത കാശാണത്. ആ 50 ലക്ഷം രൂപ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സുധി എടുത്തും കൊണ്ട് ഓടി എന്നൊക്കെ സച്ചി പറഞ്ഞ് വാദിക്കുന്നുണ്ട്. ശരിക്കും ഒരു വക്കീലിനെ പോലെ തന്നെയാണ് സച്ചി സംസാരിക്കുന്നത്. ഇവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ നീലിമ എന്ന് പറഞ്ഞ പെണ്ണെടുത്ത് കാനഡയിലോട്ട് ഓടിപ്പോയി എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നീ എന്തിനാ ഇത് വീണ്ടും പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതുവരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ഇനി പറയാൻ പോകുന്നത് ആർക്കും അറിയാത്ത ചില കാര്യങ്ങളാണ്, അതാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് സുധിയെ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവാണ്. സുധിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 50 ലക്ഷവുമായി നീലിമ കാനഡയിലോട്ട് പോയി, ആ പൈസ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ സത്യം അതല്ല എന്ന് സച്ചി പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുവാണ്. സുധിയും അവിടെ നിന്ന് പരുങ്ങുവാണ് കേട്ടോ. സുധിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ്. എനിക്ക് നിന്റെ ഡ്രാമ കണ്ട് സമയം കളയാൻ നേരമില്ലെന്നും ഷോറൂമിലോട്ട് പോകാൻ സമയമായി എന്നും പറഞ്ഞിട്ട് സുധി ആ പ്രതിക്കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് സുധിയെ വീണ്ടും വലിച്ചു കൊണ്ടുവന്ന പ്രതിക്കൂട്ടി നിർത്തുവാണ്. എന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ചിട്ട് സുധിയുടെ കൈ മുറുക്കി പിടിക്കാനും പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി വീണ്ടും വാദം തുടരുവാണേ, ഇവന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ നീലിമയെടുത്ത് കാനഡയിലോട്ട് പോയി എന്ന് പറയുന്നത് സത്യമാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പൈസ ആ പെണ്ണ് ഇവന് തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അത് പച്ചക്കള്ളമാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും രവീന്ദ്രനും എല്ലാവരും ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുവാണ്. ശ്രുതിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി, തങ്ങളുടെ കള്ളത്തരമൊക്കെ പൊളിയാൻ പോവാണെന്ന് അവരൊന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പൈസ കിട്ടിയോടാന്ന് ശ്രീകാന്ത് സുധിയോട് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊക്കെ കിട്ടിയടാ ശ്രീകാന്തേ, കിട്ടിയിട്ട് മാസങ്ങളായി എന്ന് പറയുവാണ്. ചന്ദ്രയും രവീന്ദ്രനും മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാണ് ഇങ്ങനെ. എന്താ സച്ചിയേട്ടാ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സത്യമാണ് രേവതി, ആ 50 ലക്ഷം രൂപ പലിശ സഹിതം 53 ലക്ഷമാക്കിയിട്ട് ഈ ഓട്ടക്കാരൻ മാസങ്ങൾക്ക് മുന്നേ മേടിച്ചു എന്ന് സച്ചി പറയുവാണ്. ആ പൈസ കിട്ടിയോ സച്ചി എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കിട്ടിയച്ച, ഈ കേസിൽ ഒരു പ്രതിയല്ല 2 പ്രതികളുണ്ട്. 2ാം പ്രതി ദേ നിൽക്കുന്ന ഈ പാലറേട്ടത്തി, ഈ സുധിയും ഈ ഓട്ടക്കാരനും ഈ പാലറേട്ടത്തിയും കൂടി ചേർന്നാണ് 53 ലക്ഷം രൂപ അവളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശ്രുതി അങ്ങനെ വയർത്ത് കുളിക്കുവാണ് അവിടെ നിന്ന്. രവീന്ദ്രൻ സുധിയോട് ചോദിക്കുന്നുണ്ട്, സുധി നീ സത്യം പറ, പൈസ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, ഇല്ലച്ചാ, ഇവൻ വെറുതെ ഇവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് സമയം കളയുക. ചന്ദ്രയും സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണേ, അവൻ തന്നെ അവൻ്റെ പൈസ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇരിക്കുക. അപ്പോഴവൻ ഇങ്ങനെ വീണ്ടും വിട്ട് ഈ സച്ചി ബുദ്ധിമുട്ടിപ്പിക്കുന്നെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും പറ്റിക്കുന്നവരെ ദൈവം ശിക്ഷ കൊടുക്കും എന്ന് പറയാറില്ലേ, അതാണ് ഇവൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്, ഇവനെ ആരോ പറ്റിച്ചു, അതത്രയേ ഉള്ളൂ, അങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ സുധി വിട്ടുകൊടുക്കുന്നില്ല. സുധി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ മദ്യപിച്ചിട്ട് ഓരോന്നൊക്കെ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ മദ്യപിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല വേറെ രീതിയിലായിരിക്കും നിന്നോട് പെരുമാറുന്നത്, ഇത് ഞാൻ കുടിച്ചിട്ടൊന്നും അല്ല അച്ഛാ, ഞാൻ കുടിച്ചിട്ടില്ല, സത്യമാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ സച്ചി എങ്ങനെയോ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഇവൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഉണ്ടാവാൻ വഴിയില്ല, എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു വിടണമെന്ന് പറയുവാണ് സച്ചി. നമ്മുടെ ശ്രുതി അപ്പം അടുത്ത അടവിറക്കുവാണ്. ഈ സച്ചിക്ക് പണ്ട് തൊട്ടേ ശ്രുതിയോട് ദേഷ്യമാണ്, ഞങ്ങൾ ബിസിനസ്സിൽ മുന്നേറി വരുന്നത് സച്ചിക്ക് അസൂയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഈ ശ്രുതിയെ എപ്പോഴും വിഷമിപ്പിക്കുന്നത്. ഞങ്ങൾ പൈസ മേടിച്ചു എന്നുള്ളതിന് സച്ചിയുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഈ ചോദിച്ചത് പോയിന്റ്, തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ ഹാജരാക്കാം, തെളിവ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയിൽ നിന്ന് പരുങ്ങുവാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പലിശ സഹിതം 53 ലക്ഷം രൂപ തന്ന ഇവൻ്റെ ആ പഴയ കാമുകി നീലിമ, ആ നീലിമയാണ് എൻ്റെ സാക്ഷി. നീലിമയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും നീലിമ
നീലിമ ചന്ദ്രോദയത്തിലോട്ട് കാലെടുത്ത് വെച്ച് വരുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും